കുറിച്ച് പറയാൻ സമ്മതിക്കില്ല. ഡോക്ടറെ ഒന്ന് ഊഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നേ. ആ അഭ്യാസം വേണ്ട. പത്മകുമാറും വാസു എന്തിനാ ജയിലിൽ കിടന്നേ? ശബരിമല സ്വർണ്ണം കെട്ടല്ലേ? സോണിയാഗാന്ധിയുടെ മര്യാദ ഈ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിയെ പറഞ്ഞിട്ട് ഒരു ഇഞ്ച് മുന്നോട്ട് സമ്മതിക്കില്ല. സോണിയാഗാന്ധിയെ പറഞ്ഞില്ലല്ലോ, ആ ഫോട്ടോയെ പറ്റി പറഞ്ഞു. ഡോക്ടർ ജിൻഡോ ജോൺ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ FCRA വിഷയത്തിൽ ഇപ്പോൾ ഇതിലൊരു ആശങ്കയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇന്നിപ്പോൾ ക്ലിമിസ് ബാവയുടെ ഈസ്റ്റർ ദിന സന്ദേശമൊക്കെ. അതൊന്ന്, അതിലൊരു കൃത്യമായ ഉത്തരം കിട്ടാതെ അതിന് ഒരു ഉത്തരം പറയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം വയനാടാണ്. വയനാട് എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് ഈ അവസാന ദിവസങ്ങളിൽ ഒരു പക്ഷേ നിങ്ങൾ എല്ലായിടത്തും ഉത്തരം പറയേണ്ടി വന്ന ഒരു വിഷയം പലയിടത്തും ഞാൻ നേരിട്ട് കണ്ടതാണ്. ഈ ഒരൊറ്റ വിഷയം, വയനാട് വീട് നിർമ്മാണം എന്തായി എന്ന ചോദ്യത്തിന് മുന്നിൽ നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാനാവാത്തത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ KPCC പ്രസിഡന്റ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ സ്വന്തം കാലിൽ വെടിവെച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അവിടെ വീണ്ടും നിങ്ങൾക്ക് ഇത്രയേ പിരിക്കാനായുള്ളൂ, നിങ്ങളുടെ കഴിവുകേട് അവിടെ വരുന്നു. നിങ്ങൾ എന്തിനാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് ഇങ്ങനെ പണമില്ലെന്നറിഞ്ഞിട്ടും എന്തിന് കല്ലെടിയിപ്പിച്ചു? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഈ 2 ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരില്ലേ? ശ്രീജ, ഒന്നാമത്തെ കാര്യം BJPയുടെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തിയ സമരങ്ങളെല്ലാം വ്യാജമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആയിരുന്നു എന്നാണ്. ഒറ്റ ചോദ്യമുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾ ഞങ്ങൾ എത്ര പറഞ്ഞാലും ശ്രീബന്ധനാവാൻ സമ്മതിക്കില്ല. കാരണം താങ്കൾ BJPക്കാരനാണല്ലോ. തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് കള്ളവോട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമല്ലേ? വെല്ലവൻ്റെയും ഫ്ലാറ്റിൽ അതിക്രമിച്ച് കയറി ഇരട്ട വോട്ട് ചേർത്ത സുരേഷ് ഗോപിയുടെ ഡ്രൈവറല്ലേ? സമ്മതിക്കാമോ? അതെങ്കിലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക് മനസ്സിലായ കാര്യമാണല്ലോ. ഈ നാട്ടിലെ സകല സംഖ്യകളെയും കൊണ്ടുവന്ന് അവിടെ ഇരട്ട വോട്ട് ചേർപ്പിച്ച് പരമാവധി വ്യാജ വോട്ടുണ്ടാക്കി ഇരട്ട വോട്ടും കള്ള വോട്ടൊക്കെ ചെയ്തു. പഞ്ചായത്ത് ഇലക്ഷന് വേറെ ജില്ലയിൽ, പാർലമെൻറ്റ് ഇലക്ഷന് വേറെ ജില്ലയിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പം വേറൊരു ജില്ലയിൽ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പരിപാടി നിങ്ങൾക്കാണുള്ളത്. അപ്പോൾ അത് വിട്. നിങ്ങളിവിടെ കേരളത്തിൽ മത്സരിക്കുന്നത് പിണറായി വിജയനെ പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പങ്കെടുക്കുന്ന ചർച്ചയിൽ BJPയുടെ സംസ്ഥാന സെക്രട്ടറി S. സുരേഷ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിണറായി വിജയനെതിരായിട്ടോ മകളുടെ മാസപ്പടിയിലോ മകൻ്റെ ED നോട്ടീസിലോ സ്വർണ്ണക്കടത്തിലോ ലൈഫ് മിഷനിലോ ഒന്നിലും അന്വേഷിക്കില്ല. അതിൻ്റെ കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു സൗകര്യം ചെയ്ത് കിട്ടില്ല. പിണറായി വിജയനെ പിടിച്ചകത്തിട്ട് അതിൻ്റെ പേരിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കില്ല എന്ന് ഞാൻ പങ്കെടുക്കുന്ന ചർച്ചയിൽ നിങ്ങളുടെ BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട്. തെറ്റാണെന്ന് തെളിയിക്കാമോ? തെളിയിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഷാബു പ്രസാദ്, വലത് നിരീക്ഷകൻ, നിങ്ങളുടെ വലിയ പിന്തുണക്കാരനാണ്. അദ്ദേഹം സമാനമായ സാഹചര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ BJPക്കാർ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പിണറായി വിജയന് തുടർഭരണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശബരിമലയിൽ സ്വർണം കെട്ട പിണറായി വിജയൻ, അവരെ പോറ്റി വളർത്തിയ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ട് നിങ്ങൾക്കൊരു സമരം ഉണ്ടായിരുന്നോ? ഇല്ല. നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദൽ സംഗമം നടത്തി. എവിടെന്നോ ഒരു ആസാമിയെ കൊണ്ടുവന്ന് വാവര് വർഗീയവാദി എന്നൊക്കെ വിളിച്ചു പറയിച്ചു. പക്ഷെ ശബരിമലയിലെ സ്വർണം കെട്ട കേസിൽ സഖാവ് പത്മകുമാറും സഖാവ് വാസുവും അടക്കമുള്ള CPM നേതാക്കന്മാർ ജയിലിൽ പോയപ്പോൾ നിങ്ങൾക്ക് സമരമുണ്ടായില്ല. നിങ്ങൾക്ക് പിണറായി വിജയനെതിരെ സമരമില്ല. ആ വിഷയം പോലും ഉന്നയിക്കില്ലെന്നാണ് ശബരിമല സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ NDAയുടെ സ്ഥാനാർത്ഥി ആദ്യമേ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സമയത്ത്. അപ്പോൾ താങ്കളുടെ വിഷയം അവിടെ. ഇനി എനിക്ക് CPMൻ്റെ പ്രതിനിധി മറ്റ് സുരേഷ് കുമാറോട്, താങ്കൾ കുറേ അവകാശവാദങ്ങൾ പറഞ്ഞു. പെൻഷൻ മുടങ്ങാത്ത കേരളമെന്ന്. പെൻഷൻ 6 മാസം മുടങ്ങിയപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ ജോസഫ് ഏട്ടൻ ആത്മഹത്യ ചെയ്തു. പെൻഷൻ മുടങ്ങിയപ്പോൾ ആളുകൾ പിച്ചച്ചട്ടി എടുത്ത് സമരം ചെയ്ത അവരുടെ മക്കൾക്ക് 5 ഏക്കർ ഭൂമിയുണ്ടെന്നും പലരും സ്വിറ്റ്സർലൻഡിലാണെന്നും കള്ളവാർത്ത കൊടുത്ത് ദേശാഭിമാനി. പിന്നെ നിങ്ങൾ പിണറായി വിജയൻ 10 വർഷം കൊണ്ട് 5 ലക്ഷം വീട് കൊടുത്തതിനെ കുറിച്ച് പറയുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് 4,58,976 വീടുകൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും 1 ലക്ഷത്തോളം വീടുകൾ പല ഘട്ടങ്ങളിലും പാതിയും ഒക്കെ എത്തി നിൽക്കുന്ന അവസരവും ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെക്കുകയാണ്. നിങ്ങൾ കള്ളമാണ് പറയുന്നത്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫാക്ട് ഞാൻ വരാം, ശ്രീജ, ഞാൻ വരാം. അദ്ദേഹം CPMൻ്റെ പ്രതിനിധി കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ താങ്കൾ അതിനെ കൗണ്ടർ ചെയ്തു അല്ലെങ്കിൽ ഇടപെട്ടില്ലല്ലോ. അപ്പോൾ എനിക്കതിനെല്ലാത്തിനും മറുപടി പറയണ്ട. കാരണം ജനങ്ങൾ തീരുമാനിച്ച ഒരു കാര്യമാണ്. ഇനി താങ്കൾ പറഞ്ഞത് എന്താ? താങ്കൾ പറഞ്ഞത് വയനാട്ടിലെ കാര്യം. ശ്രീജയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകയാണല്ലോ. കേരളത്തിലൊരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനമായിട്ടുള്ള റിപ്പോർട്ടർ ചാനൽ 150 ഏക്കറിൽ 300 വീടുകൾ പണിതു കൊടുക്കും. 150 ഏക്കറിൻ്റെ ടൗൺഷിപ്പ് ഉണ്ടാക്കും. 4 ബെഡ്റൂമുള്ള വീടുകൾ, 3 ബെഡ്റൂമുള്ള വീടുകൾ എന്നൊക്കെ ആൻഡ് ഓഗസ്റ്റിനും അരുൺകുമാറും ഒന്നിച്ചു നിന്ന് തള്ളിയല്ലോ.
അവരോട് നിങ്ങൾ വീട് എവിടെയാണെന്ന് ചോദിച്ചോ? CPM എത്ര വീട് പണിത് കൊടുത്തു? കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഞാൻ ഈ ചർച്ചയിലേക്ക് വിളിച്ച ആളാണ്. അപ്പൊ എനിക്ക് ജിൻഡോയോടാണ് ചോദിക്കാനുള്ളത്. എനിക്കിപ്പോ റിപ്പോർട്ടർ ചാനലിൽ പോയി തൽക്കാലം ചോദിക്കാൻ നിവർത്തിയില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം കണക്ക് പുറത്തുവിട്ടു, ശരിയാണ്. ആ കണക്ക് നിങ്ങൾക്ക് തന്നെ വിനയാകുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. കാരണം ഇതേ ആപ്പ് ഉപയോഗിച്ച് ലീഗ് പിരിച്ച തുക എത്രയാണെന്ന് താങ്കൾക്കറിയാം. അല്ലെങ്കിൽ DYFI ആക്രി വിറ്റും അല്ലെങ്കിൽ അവർ ബിരിയാണി ചലഞ്ച് നടത്തിയും പിരിച്ച പൈസ എത്രയാണെന്ന് അറിയാം. യൂത്ത് കോൺഗ്രസിന് ഇത്രയേ പറ്റുള്ളൂ എന്ന് നാട്ടുകാർ ചോദിക്കും. ശ്രീജ, എനിക്ക് ഇതിന് മറുപടി പറയാനുള്ള സമയം തരണം. ശ്രീജ ചോദിക്കുന്ന ചോദ്യത്തിന്റെ അത്രയും സമയം എനിക്ക് മറുപടി പറയാൻ തരൂലേ? ഇനി ഞാൻ പറയട്ടെ, റിപ്പോർട്ടർ ചാനലിൽ പോയി നിങ്ങൾ ചോദിക്കണ്ട. നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനം അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയോ? സ്വകാര്യ ശ്രീജ, ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയാവുമ്പോൾ എനിക്ക് മറ്റു കാര്യങ്ങളെ കുറിച്ച് കൂടി പറയണ്ടേ? ഞാൻ കോൺഗ്രസിന്റെ മറുപടി പറയാം. അതിനു മുമ്പ് ചോദിക്കട്ടെ, കേരളത്തിന്റെ സർക്കാരാണ് ലീഗലി ലയബിൾ ആയിട്ടുള്ളത്. സർക്കാർ കൈമാറിയ 178 താക്കോൽ വാങ്ങിയ ആളുകൾ ആ വീടുകളിൽ താമസിക്കുന്നുണ്ടോ? ശ്രീജയെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ലൈവായിട്ട് ആ താമസിക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ നാളെ കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റില്ല. DYFI പണിത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വീടെന്താ പണിയാഞ്ഞ്? അവർ ചെക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതിന്റെ പലിശ വാങ്ങിയതുമായി ബന്ധപ്പെട്ട സംശയം, ചെക്ക് കൈമാറി എന്ന് പറയുന്ന ഡേറ്റ്, അവർ CMDRFിലേക്ക് ചെക്ക് കൈമാറി എന്ന് പറയുന്നു. അതിന് കഴിഞ്ഞ് പ്രോജക്ട് ഇംപ്ലിമെന്റിംഗ് യൂണിറ്റിലേക്ക് പൈസ കൈമാറി എന്ന് പറയുന്നു. അത്തരം വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ തുറന്നു കാണിച്ചോ? ഇനി നിങ്ങൾ പറഞ്ഞത് DYFI കളക്ട് ചെയ്ത പൈസ അത്രയും യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്തില്ലെന്ന്. അവർ ശബരിമല ശാസ്താവിന്റെ സ്വർണം കട്ടതായിരിക്കും ആക്രിയായിട്ട് വിറ്റത്. ഞങ്ങൾ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാർ ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ ഞങ്ങൾ ചെറിയ ന്യൂസ് പേപ്പർ ചലഞ്ച്, ചെറിയ ചലഞ്ചുകൾ നടത്തി കിട്ടിയ പൈസയാണ്. ഞങ്ങൾക്ക് അത്രേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് കൊള്ളയടിക്കാൻ പറ്റൂല. ഞങ്ങൾ അമ്പലം കട്ട കാശ് കൊണ്ടല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പിരിച്ച പൈസ പോലും കൃത്യമായിട്ട് പുനരധിവാസത്തിന് കൊടുക്കാത്ത സംഘടന DYFI. ഞങ്ങൾ 1,05,00,000 രൂപ കളക്ട് ചെയ്ത് KPCCക്ക് കൊടുത്തു. KPCCക്ക് കിട്ടിയ ഫണ്ട് കൃത്യമായിട്ട് ഭൂമി മേടിക്കാൻ ചെലവഴിച്ചു. നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. ഞങ്ങൾ ഭരിക്കാത്ത സംഘടനയാണ്, ഭരണമില്ലാത്ത സംഘടനയാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു. കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് അന്വേഷിക്കാമല്ലോ. CPM അക്കൗണ്ടിലൂടെ പണം സമാഹരിച്ചു എന്നുള്ള വാർത്ത നിങ്ങൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? CPM അഖിലേന്ത്യാ കമ്മിറ്റി പിരിച്ചത് 93 ലക്ഷം രൂപയല്ലേ? അഖിലേന്ത്യാ കമ്മിറ്റി. അപ്പൊ അവരുടെ കഴിവ് കേടാണോ? ഓരോ സംഘടനകൾക്കും ഓരോ കഴിവ്. UDFന്റെ ഭാഗമായിട്ടുള്ള ലീഗ് നന്നായിട്ട് ഫണ്ട് കളക്ട് ചെയ്തു, കൃത്യമായിട്ട് വീട് വെച്ചു കൊടുത്തു. ഞങ്ങൾക്ക് സർക്കാർ ഭൂമി തരുമെന്ന് പറഞ്ഞു, തന്നില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ നിലപാടിൽ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ ഞങ്ങളുടേതായ രീതി ചെയ്തോളാം. പക്ഷെ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ സംഘടന, പ്രതിപക്ഷ സംഘടന. ശ്രീജയുടെയും എന്റെയും ഒക്കെ ചോദ്യത്തിന് ഉത്തരം അല്ല ഞാൻ പറയട്ടെ ശ്രീജയുടെയും എന്റെയൊക്കെ ചോദ്യത്തിന് ഉത്തരം തരാൻ നിയമപരമായി ബാധ്യതയുള്ളത് കേരളത്തിലെ സർക്കാരിനാ. ആ 178 വീടുകളിൽ എത്ര ആളുകൾ താമസിക്കുന്നുണ്ട്? ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കിടക്ക വരെ എടുത്തുകൊണ്ടുപോയ പരിപാടിക്ക് നോക്കുകൂലി വാങ്ങിയ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കരാറില്ലാതെ കോൺട്രാക്ട് കൊടുത്തത് എത്ര കോടി രൂപയ്ക്കാ? 299 കോടി രൂപയ്ക്ക്. അവിടെ എത്ര വീട് പണിയുന്നുണ്ട്? അതിന് എത്ര കോടി രൂപയാവും? ശ്രീജ ഒരു കണക്കങ്ങ് പുറത്തുവിട്ടേ. നമുക്ക് ഏത് വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. ഞങ്ങൾ സ്വന്തം കാലിലല്ല വെടിവെച്ചേ. സത്യത്തിൽ CPM ഇതിൽ വന്ന് തൂങ്ങി. കോൺഗ്രസ് പിരിച്ച കണക്ക് പുറത്തുവിട്ടു. അപ്പോഴാണ് DYFIയുടെ കണക്കിന്റെ മിസ്മാച്ച് വരുന്നത്. അപ്പോഴാണ് സർക്കാർ പണിത വീട്ടിൽ എത്ര ആളുകൾ താമസിക്കുന്നുണ്ടെന്നുള്ള ചോദ്യം വരുന്നത്. സത്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളും CPM കോൺഗ്രസിന്റെ സ്ട്രാറ്റജിയിൽ വന്ന് തന്നെയാണ് തൂങ്ങിയത്. ഈ 178 വീടിൽ എത്ര ആളുകൾ താമസിക്കുന്നുണ്ട് ശ്രീജ? അവർ മഴ നനഞ്ഞ് താമസിക്കുന്നില്ലേ? അവരുടെ വാടക കിട്ടാത്തതിന്റെ പേരിൽ ആ മുണ്ടക്കൈ ദുരിതബാധിതരായിട്ടുള്ള മനുഷ്യർ സമരം ചെയ്തില്ലേ? അവരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടപ്പോൾ സമരം ചെയ്തില്ലേ? ഈ സർക്കാർ എവിടെയായിരുന്നു? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ 40 കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വെച്ച് കൈമാറി. നിങ്ങൾ അതെന്താ വാർത്തയാക്കാത്തത്? ലീഗ് കൊടുത്ത 52 വീടുകൾ നിങ്ങൾ എന്താ കൊട്ടിഘോഷിച്ച് വാർത്ത കൊടുക്കാത്തത്? സർക്കാരിന്റെ 178 താക്കോലിന്റെ വാർത്ത കൊടുത്തില്ലേ? എത്ര ആളുകൾ താമസിക്കുന്നുണ്ടെന്ന് ചോദിച്ചോ? DYFI മേടിച്ച ആ കമ്മീഷൻ, ആ ഇൻട്രസ്റ്റ് മേടിച്ചില്ലേ? പലിശ വാങ്ങിയില്ലേ? 20 കോടി രൂപയുടെ 1.25 കോടി രൂപ പലിശ വാങ്ങിയില്ലേ? അതിനെ കുറിച്ച് ചോദിച്ചോ? DYFI ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത ആ ചെക്കുകൾ ആരുടെയായിരുന്നു? വ്യാജ ചെക്കല്ലേ? കാനറ ബാങ്കിന്റെ വ്യാജ സീൽ വെച്ച്, വ്യാജ എംബ്ലം വെച്ച് ചെക്ക് ഉണ്ടാക്കിയില്ലേ? അതിനെക്കുറിച്ച് ചോദിക്കണ്ടേ? ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ മറവിൽ അവർ 20 കോടി കളക്ട് ചെയ്തതിന് മഹത്തായ സേവനം എന്ന് പറയല്ലേ? അങ്ങനെയാണെങ്കിൽ അഖിലേന്ത്യാ CPM കമ്മിറ്റി സംഘടിപ്പിച്ചത് 93 ലക്ഷം രൂപയല്ലേ? തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ നേരിട്ടത്, നിങ്ങളോട് ചോദിച്ചത് വയനാട് ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ടായിരുന്നു. ശ്രീ D സുരേഷ് കുമാർ, ഇതാണ് ജിൻഡോ ജോണിന് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ
LDF-ന്റെ പലയിടത്തും ഞങ്ങൾ യാത്ര ചെയ്തപ്പോഴടക്കം കണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ ഒരൊറ്റ പോയിന്റിലാണ് നിങ്ങൾ കൊണ്ട് ചെന്ന് എത്തിക്കുന്നുണ്ടായിരുന്നത്. അതിന് ജിൻഡോ പറയുന്ന വിശദീകരണം കേട്ടല്ലോ. അപ്പോൾ വയനാട് നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു വോട്ട് വിഷയമായിട്ടുണ്ടോ? നോക്കൂ, ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് നിറഞ്ഞു നിൽക്കുന്ന മാവിൽ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, വഴിയെ പോകുന്നവരും വരുന്നവരും ഒക്കെ കല്ലെറിയും എന്ന ഒരു ചൊല്ലുണ്ട്. അതുപോലെയാണ് ഇവിടെ വന്ന നിഷ്പക്ഷ നിരീക്ഷകരും രാഷ്ട്രീയ പ്രതിനിധികളും ഇടതുപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ ഇടതുപക്ഷത്തിനെതിരായി കല്ലെറിയാനുള്ള വ്യഗ്രത കാട്ടുന്നത്. ഇവിടെ നിരീക്ഷകരായിട്ടുള്ള ആളുകളടക്കം രാഹുൽ ഗാന്ധി എന്തോ വലിയ പടക്കത്തിന് തിരികൊളുത്തി എന്നുള്ള രൂപത്തിൽ പറഞ്ഞു. സംഭവിച്ചത് എന്താണ്? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസ്യതയ്ക്ക് ദേശീയ തലത്തിൽ പോലും വലിയ കോട്ടം ഈ ഇവിടുത്തെ പ്രസംഗത്തോടു കൂടി സംഭവിച്ചിരിക്കുകയാണ്. അദ്ദേഹം ആദ്യം പറയേണ്ടത് എന്താണ്? അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് പല ഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അമ്മയോടൊപ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായിട്ടുള്ള സോണിയാഗാന്ധിക്കൊപ്പം സ്വർണം കട്ടവനും വിറ്റവനും കൂട്ടുനിന്നവനുമൊക്കെ ഒറ്റ ഫ്രെയിമിൽ വന്നത് എങ്ങനെയെന്നതിനെ സംബന്ധിച്ച് AICCക്ക് നാളിതുവരെ ഒരു എക്സ്പ്ലനേഷൻ നൽകാൻ നാളിതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ AICCക്ക് നൽകാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊടിപ്പാറ സാറിനെ പോലുള്ള ആളുകളുടെ സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കൂ. ഞാൻ ആ വിഷയത്തിൽ പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ. MA ബേബിക്ക് പോലും പരാതിയില്ലാത്തൊരു വിഷയമാണത്. MA ബേബി അടക്കം വിശദീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എന്താണ് അക്കാര്യത്തിൽ ഒരു CPM പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത്? അദ്ദേഹം പറയട്ടെ. പിന്നെ ദുരന്ത നിങ്ങൾക്ക് നിങ്ങൾ പോറ്റി സ്വർണം കട്ട കേസ് അറിഞ്ഞിട്ട് നിങ്ങൾ ഇനി അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് അങ്ങേക്ക് എങ്ങനെ അറിയാം? ഒന്ന് ക്ഷമിക്കൂ. നിങ്ങളെ സൈക്കോളജിക്കൽ മൂവ് ഉണ്ടല്ലോ, അദ്ദേഹം മാറ്റണം. പക്ഷേ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് 28-ാം തീയതി ആ ഫോട്ടോയെ പറ്റിയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ആ ഫോട്ടോയെ പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ. പറഞ്ഞോളൂ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞോളൂ. ശ്രീ സുരേഷ് കുമാർ അങ്ങ് പറഞ്ഞോളൂ. പിണറായി വിജയന്റെ ഒപ്പമുള്ള ഫോട്ടോ ഇല്ലേ? രാജു എബ്രാഹിമിന്റെ ഒപ്പമുള്ള ഫോട്ടോ ഇല്ലേ? കടകംപള്ളിയുടെ ഒപ്പമുള്ള ഫോട്ടോ ഇല്ലേ? വാർത്താ സമ്മേളനം നടത്തുന്നു. അദ്ദേഹം പറയുകയാണ്, മാധ്യമ പ്രവർത്തകരെ നോക്കി, കേരളത്തിന്റെ പൊതു സമൂഹത്തെ നോക്കി അദ്ദേഹം പറയുകയാണ്, അവിടെ വീട് പണി തുടങ്ങിയിട്ടുണ്ടല്ലോ. 4-ാം തീയതി KPCC പ്രസിഡന്റ് പറയുന്നു, വീട് വെക്കാൻ ഞങ്ങളെ പണമില്ലെന്ന് മാത്രമല്ല മുസ്ലിം ലീഗ് ഇയാൾ മുസ്ലിം ലീഗ് 44 കോടി രൂപ അനുവദിക്കാതെ സുരേഷ് കുമാർ ഇയാളെ ഊഴത്തിപ്പറ സോണിയാഗാന്ധിയെ കുറിച്ച് പറയാൻ സമ്മതിക്കില്ല. ഡോക്ടറെ ഒന്ന് ഊഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നേ. ആ അഭ്യാസം വേണ്ട. പത്മകുമാറും വാസു എന്തിനാ ജയിലിൽ കിടന്നേ? ശബരിമല സ്വർണ്ണം കെട്ടി സോണിയാഗാന്ധിയുടെ മര്യാദ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞപ്പോ ഇയാൾ ഇടതുപക്ഷത്തിനെതിരായി സോണിയാഗാന്ധിയെ പറഞ്ഞിട്ട് ഒരു ഇഞ്ച് മുന്നോട്ട് സമ്മതിക്കില്ല. സോണിയാഗാന്ധിയെ പറഞ്ഞില്ലല്ലോ, ആ ഫോട്ടോയെ പറ്റി പറഞ്ഞു.
ആങ്കർ മാതൃഭൂമി ഇതിനകത്തൊരു സോണിയാഗാന്ധി അദ്ദേഹം പറയാനുള്ളത് പറയട്ടെ. ഇത് ശരിയല്ല. എന്ത് തെളിവാണ്? ഒരു ഫോട്ടോ സോണിയാഗാന്ധി പിണറായി വിജയന്റെ ഒപ്പം ഫോട്ടോ ഇല്ലേ? ജിൻഡോ, ഇത് ശരിയല്ല. സോണിയാഗാന്ധി ദയവ് ചെയ്ത് ഇത് നിർത്തണം. ശരിയല്ല. ഇയാൾ മര്യാദയ്ക്ക് ഇരിക്കണോ? ഇത് ശരിയാവില്ല. നമുക്ക്